everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു പുരുഷനെ അവർ സ്നേഹിക്കുന്ന പെൺകുട്ടിയോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റ് കംപ്ലീറ്റ്ലി പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതായി ചെറിയൊരു വെറുപ്പ് അല്ലെങ്കിൽ ഒരു ചെറിയ ഹെയ്റ്റ് മനസ്സിലുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ട്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി പറയുന്ന രീതിയിലാണ് നിങ്ങളെ ആ വ്യക്തി ട്രീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ആ വ്യക്തിക്ക് ആ റിലേഷൻഷിപ്പിനോട് അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് കംപ്ലീറ്റ്ലി പോയിട്ടുണ്ട് എന്നുള്ളത്. എങ്ങനെയാണ് ഇത് മനസ്സിലാക്കാൻ സാധിക്കുക, അതിന്റെ സൈൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എനിവേസ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്ന്, നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി അവർ സ്റ്റോപ്പ് ചെയ്യും എന്നുള്ളതാണ്. അതായത് നിങ്ങളെ യാതൊരു രീതിയിലും മൈൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ കേൾക്കാനോ നിങ്ങൾക്കൊരു ബഹുമാനം അല്ലെങ്കിൽ റെസ്പെക്ട് തരാനോ അവർ തയ്യാറാകില്ല എന്നുള്ളതാണ്. ഇത് 3 രീതിയിൽ അവരുടെ പ്രവൃത്തിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഒപ്പീനിയൻ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അതിനെ നെവർ മൈൻഡ് ആയിട്ടായിരിക്കും അവർ ട്രീറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ കേൾക്കാൻ പോകുന്നില്ല എന്ന ആറ്റിറ്റ്യൂഡിലായിരിക്കും അവരുടെ പെരുമാറ്റം. 2, റൈറ്റ് ടൈമിൽ ഒരു കാര്യത്തിനും അവർ റെസ്പോണ്ട് ചെയ്യില്ല എന്നുള്ളതാണ്. അതൊരു പക്ഷെ നിങ്ങളുടെ ഫോൺ കോൾ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അയക്കുന്ന മെസ്സേജസ് ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായി അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് അതിന് കൃത്യമായ ഒരു മറുപടി തരാനോ അല്ലെങ്കിൽ വളരെ ഷോർട്ട് ആയിട്ടായിരിക്കും റിപ്ലൈ തരുന്നത് അല്ലെങ്കിൽ വളരെ ലേറ്റ് ആയിട്ടായിരിക്കും റിപ്ലൈ തരുന്നത്. ചില സമയങ്ങളിൽ റെസ്പോണ്ട് ചെയ്യുകയും ഇല്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ റൈറ്റ് ടൈമിൽ റെസ്പോണ്ട് ചെയ്യാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഒരു കാര്യവും കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത, ഉത്തരം പറയാതെ അല്ലെങ്കിൽ ഒരു കാര്യവും സംസാരിക്കാത്ത ഒരു രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ രണ്ടാമതായി ഇങ്ങനെയാണ് അവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നത്, സ്റ്റോപ്പ് ചെയ്യുന്നത്. 3, നോ വോയിസ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. നിങ്ങൾക്ക് യാതൊരുവിധ വോയിസും ഇല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര പ്രാധാന്യമില്ല അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും അത്ര ഞാൻ മുഖവിലേക്ക് എടുക്കില്ല അല്ലെങ്കിൽ എനിക്കതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല, ഞാൻ കേൾക്കാൻ പോകുന്നില്ല എന്ന ആറ്റിറ്റ്യൂഡിലാണ് എന്നുണ്ടെങ്കിൽ അതാണ് മൂന്നാമതായി ഇങ്ങനെയുള്ള ആളുകൾ റെസ്പെക്റ്റ് കുറയ്ക്കുന്ന ഒരു രീതി. സോ ഈ 3 കാര്യങ്ങളും നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്നും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ആ വ്യക്തി നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന രീതിയിൽ എന്നുള്ളത്. ഇനി ഇൻട്രസ്റ്റ് കുറയുന്ന സമയത്ത് ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നും കാണാൻ കഴിയുന്ന രണ്ടാമത്തെ ഒരു കാര്യമാണ് കോൺസ്റ്റന്റ്ലി ഇറിറ്റേറ്റഡ് ആകുന്ന ഒരു സ്വഭാവം. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആകും അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടും എന്നുള്ളതാണ്. മാത്രമല്ല എന്ത് കാര്യം സംസാരിച്ചു കഴിഞ്ഞാലും അത് ഒന്നുകിൽ ഒരു കംപ്ലൈൻസിലേക്ക് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് അതല്ലെങ്കിൽ നിങ്ങളുമായി ഒരു ആർഗ്യുമെന്റിലേക്ക് അത് ലീഡ് ചെയ്യും എന്നുള്ളതാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആകുന്നു. നിങ്ങൾ എന്ത് സംസാരിച്ചു കഴിഞ്ഞാലും അവരത് ഇഷ്ടമല്ലാത്ത രീതിയിലാണ് അതിന് റിയാക്ട് ചെയ്യുന്നത്, പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു, നിങ്ങളാണ് കുറ്റക്കാരി എന്ന രീതിയിലേക്കുള്ള സംസാരം. സോ ഇത്തരത്തിൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആകുന്നുണ്ടെങ്കിൽ വളരെ മോശമായ രീതിയിലാണ് അല്ലെങ്കിൽ വളരെ ഷൗട്ട് ചെയ്തുകൊണ്ടൊക്കെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് രണ്ടാമത്തെ ഒരു സൈൻ. ആ വ്യക്തിക്ക് ആക്ച്വലി നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിനോടുള്ള ഇൻട്രസ്റ്റ് കംപ്ലീറ്റ് ആയി പോയിട്ടുണ്ട്, മാത്രമല്ല ചെറിയൊരു രീതിയിലുള്ള ഹെയ്റ്റ് അവരുടെ മനസ്സിലുണ്ട് എന്നതിന്റെ. 3, ഇമോഷണലി ആയിക്കൊള്ളട്ടെ അതുപോലെ തന്നെ ഫിസിക്കലി ആയിക്കൊള്ളട്ടെ വളരെയധികം ആബ്സെന്റ് ആയിട്ടാണ് ആ വ്യക്തി നിങ്ങളോട് പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് മൂന്നാമത്തെ ഒരു സൈന്. ഇമോഷണലി വളരെയധികം ഡിസ്റ്റന്റ് ആയിട്ട് കാണപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ നിങ്ങൾ ഓക്കെ ആണോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു കോൺവെർസേഷനും നിങ്ങൾക്കിടയിൽ നടക്കുന്നുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മാനസികാവസ്ഥ എത്രത്തോളം ഓക്കെ ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും അവർ കൺസേൺഡ് ആയിരിക്കില്ല. നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഓക്കെ ആണോ ഇതിനെക്കുറിച്ചൊന്നും അവരൊട്ടും ബോധേഡ് ആയിരിക്കില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഫിസിക്കലി ആണെങ്കിലും ഒരു നിങ്ങളെ ഹഗ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കിസ് ചെയ്യാനോ ഒന്നും അവർ തയ്യാറാകില്ല എന്നുള്ളതാണ്. സോ ഇമോഷണലി ആണെങ്കിലും അതുപോലെ ഫിസിക്കലി ആണെങ്കിലും വളരെയധികം ആബ്സെന്റ് ആയിട്ടാണ് ആ വ്യക്തി ആ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് മറ്റൊരു സൈൻ. ആക്ച്വലി ആ ഒരു വ്യക്തിക്ക് ആ റിലേഷൻഷിപ്പില് ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളത്. മാത്രമല്ല കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം വളരെയധികം ഫെയ്ഡായി തുടങ്ങിയിട്ടുണ്ടായിരിക്കും. സോ ഈ സൈൻ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ആ വ്യക്തിക്ക് ആ റിലേഷൻഷിപ്പിനോടുള്ള ഇൻട്രസ്റ്റ്
കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. നെക്സ്റ്റ് വൺ, നിങ്ങളെ എപ്പോഴും കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതാണ് മറ്റൊരു സൈൻ. അതായത് അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസിന്റെ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളുടെ ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി അവർ ഏറ്റെടുക്കില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ എല്ലാം നിങ്ങളുടെ ഫോൾട്ടാണ്, നിങ്ങളുടെ തെറ്റാണ്, നിങ്ങളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന രീതിയിലായിരിക്കും അവർ പെരുമാറുന്നുണ്ടായിരിക്കുക. സോ അവരെന്ത് ചെയ്തു കഴിഞ്ഞാലും അതിൻ്റെ ഒരു റീസൺ, അത് ചെയ്യാനുണ്ടായ റീസൺ നീയാണ് അല്ലെങ്കിൽ നിങ്ങളാണ്, അല്ലെങ്കിൽ അതിൻ്റെ കാരണക്കാരി നിങ്ങളാണ് എന്ന രീതിയിലാണ് ആ വ്യക്തി പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് കുറയുന്നത് മാത്രമല്ല, ആ വ്യക്തിക്ക് ചെറിയ രീതിയിൽ ഒരു ഹെയ്റ്റ് മനസ്സിലുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് നിങ്ങളെ വളരെയധികം അപമാനിക്കുന്ന രീതിയിലായിരിക്കും പെരുമാറുക എന്നുള്ളത്. അതായത് നിങ്ങളെ ഹ്യൂമിലിയേറ്റ് ചെയ്യും എന്നുള്ളതാണ്. അത് പബ്ലിക് ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്പേസിലായിക്കൊള്ളട്ടെ, നിങ്ങളെ ഇൻസൾട്ട് ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങൾ അത്ര പോരാ, അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ചെറിയൊരു വ്യക്തിയാണ്, നിങ്ങൾക്ക് അത്ര കഴിവുകളൊന്നുമില്ല, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിങ്ങൾ ഒന്നുമല്ല എന്ന രീതിയിലൊക്കെ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യാനും നിങ്ങൾ അത്ര പോരാ എന്നുള്ളൊരു തോന്നൽ നിങ്ങളിൽ കൂടെ കൂടെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതാണ് മറ്റൊരു സൈൻ. ആക്ച്വലി ആ വ്യക്തിക്ക് റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിലവിൽ ഒട്ടും താല്പര്യമില്ല. മാത്രമല്ല ഈ രീതിയിൽ ഹ്യൂമിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ ചെറിയൊരു രീതിയിലുള്ള ഒരു ഹെയ്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കാം. ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ആ വ്യക്തി നിങ്ങളോട് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ നിന്നുകൊണ്ട് ഈ രീതിയിലാണ് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ വ്യക്തിക്ക് ആ റിലേഷൻഷിപ്പിൽ നിലവിൽ യാതൊരുവിധ ഇൻട്രസ്റ്റും ഇല്ല എന്നുള്ളത്. എനിവേസ്, ഇത്തരത്തിൽ നമ്മളോട് യാതൊരുവിധ ഇൻട്രസ്റ്റും ഇല്ലാത്ത അല്ലെങ്കിൽ നമ്മളോടൊപ്പം ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ് നമ്മുടെ കൂടെ ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുന്നത് എപ്പോഴും ബെറ്റർ ആണ്. ബിക്കോസ് നമുക്ക് ഈസി ആയിട്ട് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റൊരു റിലേഷൻഷിപ്പ് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സോ ഈ ഒരു പോയിന്റ് വെച്ചുകൊണ്ട് നമ്മളോട് യാതൊരുവിധ ഇൻട്രസ്റ്റും ഇല്ലാത്ത അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഹെയ്റ്റ് ഉള്ള ഒരു വ്യക്തിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നത്. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്